വിഷുവല്ലോ നമ്മൾ അഞ്ചു സുന്ദരികൾ അഞ്ചു സൂപ്പർ ഗേൾസ്. It's not just a name, that's a brand whose doubt make it count. We are the queens. ചെല്ലു ചെല്ലു. പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ മനസ്സിൽ നിറയുന്നു. സന്തോഷത്തിൻ നിറവേ. വിഷുവന്നു, വിഷുവന്നു. കൈനീട്ടം തായോ, കൈനീട്ടം തായോ. മധുരം നുണയാൻ. വിഷുവന്നു, കൈനീട്ടം തായോ, കൈനീട്ടം തായോ. മധുരം നുണയാൻ. വിഷുവന്നു. കണിക്കൊന്ന പൂത്തു. ആ അൺനോൺ കോളിന്റെ പിന്നിൽ ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കത്തിയോ? അതിന്റെ പിന്നിൽ ആരവല്ലെന്ന് നമ്മൾ ഉറപ്പിച്ചതല്ലേ. സെയിം കോള് വൃന്ദയ്ക്ക് വന്നപ്പോ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ രുദ്രൻ ടീമിനെ സംശയം. ആരവും നമ്മളും തമ്മിലുള്ള കണക്ഷനെ പറ്റി അയാൾക്കാണല്ലോ അറിയാവുന്നേ. ഇതും അയാളുടെ ഒരു തരികിടപ്പണി ആയിക്കൂടെ? ആ സംശയം നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ആരവ് നമ്മുടെ മുറിയിലുണ്ടോ എന്ന് സംശയിക്കുന്ന ആളാ അലീനയും. ഇങ്ങനെയുള്ള കള്ളക്കളികൾ നടത്താൻ അവള് മിടുക്കിയ. എനിക്ക് അവളെ സംശയമുണ്ട്. കിരൺ, വൃന്ദ ഈ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അജ്ഞാതൻ. രുദ്രനോ അലീനയോ ആണ് ഇതിന് പിന്നിലെങ്കിൽ മറ്റുള്ളവർക്കും ഇതേ കോള് വരാം. ആർക്ക്? നമുക്കോ? നമുക്കും വരാം. ഈ ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾക്കും വരാം. റീന മാമിന് വരെ ഇതേ കോൾ വരാം. അനുവിന്റെ നിഗമനം ശരിയാ. ഇങ്ങനെ നിരന്തരം കോൾസ് പലർക്കും വന്നോണ്ടിരിക്കുമ്പോ നമ്മൾ സംശയത്തിന്റെ മുൾമുനയിലാകൂലോ. അപ്പൊ നമ്മളെ ഇങ്ങനൊരു പ്രതിസന്ധിയിലാക്കുകയാണ് കോൾ ചെയ്ത അജ്ഞാതന്റെ ഉദ്ദേശം. നമ്മളെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കണോന്നേ ഒരൊറ്റ ടീമിനെ ആഗ്രഹമുള്ളൂ. അത് അലീനയും ഫ്രണ്ട്സുവാ. പക്ഷെ ഇങ്ങനൊരു കോൾ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ട്രൂ കോളറിൽ ചെന്ന നമ്പർ പോലും കാണാൻ പറ്റാത്ത കോളോ? അങ്ങനെയും കോളുണ്ടോ? ഏത് അൺനോൺ കോൾ വന്നാലും ട്രൂ കോളറിന് നമ്പർ കിട്ടേണ്ടതാണ്. ഈ കോണ്ടാക്റ്റ് മാത്രം നമ്പർ മാസ്ക് ചെയ്തേക്കുന്നു. ഇതെന്ത് ടെക്നിക്കാ? ആ ടെക്നിക്ക് എന്താന്ന് അറിയാനല്ലേ നമ്മൾ CCTV വിനയന് സിം കാർഡ് കൊടുത്തിരിക്കുന്നേ. അയാൾ ഇക്കാര്യത്തിൽ വിദഗ്ധനാണെന്നല്ലേ പറയുന്നേ. അപ്പോ ആ നമ്പർ പുറത്തു വരും. നമ്പർ പുറത്തു വന്നാ ആ കോളിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. രുദ്രനോ അലീനയോ ആരായാലും ചിത്രത്തിൽ തെളിഞ്ഞു വരും. എന്തായാലും ഇപ്പൊ കോൾസ് വന്നിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും ഫോക്കസ് ചെയ്തിട്ടാ. വീണ്ടും കോൾസ് വരുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോ കോൾസ് ഇനി വരാൻ സാധ്യതയില്ല. ഇതേ കാര്യത്തിനായി അജ്ഞാതൻ മറ്റെന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്തേക്കാം. ഇനി അതെന്ത് ടെക്നിക്കാണാവോ? ആ അൺനോൺ നമ്പർ കോളാണോ? ഇത് അൺനോൺ നമ്പറിന്റെ കോളല്ല, ആ CCTV വിനയന്റെ കോളാ. അജ്ഞാതനെ കണ്ടുപിടിച്ച് കാണും. നീ കോളെടുത്ത് സ്പീക്കറിലിട. ആ ഹലോ, അഞ്ച് സുന്ദരികള് കിരണല്ലേ? അതെ, കിരൺ തന്നെയാ. അൺനോൺ നമ്പർ കണ്ടെത്താൻ സിം കാർഡ് ഏൽപ്പിച്ച കിരൺ, റോസ്മേരി ഹോസ്റ്റൽ. ഹലോ, എനിക്ക് മറവി രോഗമൊന്നുമില്ല.
എല്ലാവരെയും അറിയാം. ആ സിം കാർഡിന്റെ കാര്യം എന്തായി? എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. അൺനോൺ നമ്പറിന്റെ പിന്നിലെ ആള് ആരാണെന്ന് കണ്ടെത്തിയോ? അതാരാ? നിങ്ങൾ ഉടൻ തന്നെ എൻ്റെ സ്ഥാപനത്തിലോട്ട് വരണം. നിങ്ങൾ തന്ന അൺനോൺ നമ്പറുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നേരിട്ട് സംസാരിക്കേണ്ട കാര്യ. നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ സ്ഥാപനത്തിലേക്ക് വരൂ. എന്ത് ചെയ്യണം? ശരി, ഞങ്ങൾ വരാം. എപ്പോഴാ വരണ്ടേ? ഇന്നിപ്പോ എപ്പോ വന്നാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇവിടെ തന്നെ കാണും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ചേട്ടാ. ഈ സിം കാർഡ് ഒരു പ്രശ്നമാണല്ലോ. എന്തൊരു കഷ്ടപ്പാടാ ഇത്. ഈ റോസ്മേരി ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞ അപ്പ തന്നെ വണ്ടി ഓഫാവും. പുല്ല്. ഇതെന്ത് പറ്റിയത്? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അയാൾക്ക് പറഞ്ഞൂടെ? അതിന് നമ്മൾ നേരിട്ട് ചെല്ലേണ്ട കാര്യം എന്തുവാ? യെസ്, അക്കാര്യം ഫോണിലൂടെ പറയുന്നതിന് പകരം നമ്മൾ അവിടെ ചെല്ലണമെന്ന് പറയുന്നത് എന്തിനാ? ആ നമ്പറിന് പിന്നിൽ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ വിളിച്ച അജ്ഞാതനും ആ വ്യക്തി തന്നെയാ. പേര് പറയാതെ അയാളെ സസ്പെൻസ് ഇടുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. അയാളുടെ ഉദ്ദേശം വേറൊന്നുമല്ല, പണത്തിനോടുള്ള ആർത്തിമുത്ത സാധന. ചീപ്പ് റേറ്റിന് കിട്ടുന്ന ആപ്പ് 3000 രൂപയ്ക്ക് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ പാർട്ടിയല്ലേ. ഫോണിലൂടെ വിവരം കൈമാറുമ്പോ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോവില്ലേ? എന്റെ സിം കാർഡ് അവിടെ ഇരിക്കല്ലേ, അത് തിരിച്ചു വാങ്ങണമല്ലോ. അയാളത് തിരിച്ചു തരണമെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. കിരണ് വന്ന കോളിന്